ബിഗ് ബോസ് മലയാളം സീസൺ 7 മിഡ് നൈറ്റ് പ്രോമോ അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ഒരു പ്രോമോയ്ക്കകത്ത് അനീഷും ആദിലയും തമ്മിലുള്ളൊരു വഴക്കും തർക്കവും ഒക്കെ കാണിക്കുന്നുണ്ട്. വെസൽ ടീമിലാണല്ലോ രണ്ടുപേരും. അപ്പോ ഡ്യൂട്ടി ചെയ്യാനായിട്ട് അനീഷ് ചെന്ന് ആദിലയെ വിളിക്കുന്നുണ്ട്. ആദില അവിടെ ബെഡിലിരിക്കുന്ന സമയമാണ്. എപ്പോഴത്തെയും പോലെ തന്നെ ആദില വരാനായിട്ട് വിസമ്മതിക്കുന്നു. വരാൻ പറ്റില്ല, അനീഷ് പോയി തരത്തിൽ പോയി കളിക്കണോ എന്നാണ് പറയുന്നത്. താൻ വൃത്തികേട് കാണിക്കാതെ പോടോ എന്നൊക്കെ ഉള്ള രീതിയിൽ അനീഷിനെ ആട്ടിപ്പായച്ചു വിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ സഹി കെട്ടിട്ട് ഒരുപാട് നേരത്തിന് ശേഷമായിരിക്കണം അനീഷ് പറയുന്നുണ്ട്, ഞാൻ പോയി പാത്രം കഴുകി വെച്ചോളാം. അനീഷ് അങ്ങോട്ട് നടന്നു പോകാനായിട്ട് തുടങ്ങിയതും അനീഷിന്റെ ബെഡൊക്കെ പോയി വലിച്ചു വാരിയിട്ട് ബെഡ്ഷീറ്റും പില്ലോയും എല്ലാം എടുത്ത് അവിടെ വലിച്ചു വാരിയിടുന്നുണ്ട്. ആ ഒരു ഡൈനിങ് ഏരിയയിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി അത് ഓരോ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി ഇടുവാണ്. എന്നിട്ട് അനീഷ് പാത്രം കഴുകുന്ന അവിടെ ചെന്ന് പാത്രം കഴുകാൻ തുടങ്ങിയതും ആദില അവിടെ പോയിട്ട് മാറി നിൽക്കണോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആട്ടുവാണ്. മാറി നിൽക്കണോ എന്ന് പറഞ്ഞിട്ട് ആട്ടുവാണ്. എന്നിട്ട് എച്ചിൽ വെള്ളം തെറിപ്പിക്കുന്നുണ്ട് കേട്ടോ. എച്ചിൽ വെള്ളം ലിറ്ററലി പാത്രം കഴുകിയ ഒരു എച്ചിൽ വെള്ളം അനീഷിന്റെ മേത്ത് തെറിപ്പിക്കാനായിട്ട് തന്നെ എറിയുന്നുണ്ട്. എന്ത് വൃത്തികേടൊക്കെയാണ് ഈ കൊച്ചി കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. അന്യായ വൃത്തികേട്, അന്യായ വെറുപ്പിക്കൽ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടി പോവും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എന്ത് വൃത്തികേടും വെറുപ്പിക്കലുമാണ് ഈ കാണിക്കുന്നത്. പ്യൂർ ലക്ഷ്മി പറഞ്ഞത് കറക്റ്റാണ്. സാധൂകരിക്കുന്ന ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് അതിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് 2-3 ദിവസമായിട്ട്. അന്യായ വൃത്തികേടെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ആ ലെവല് വൃത്തികേട്. വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പ്രേക്ഷകരെ കൊണ്ട് പറയിപ്പിക്കുന്ന ലെവല് അഹങ്കാരം. ഇത് അഹങ്കാരം തലക്കി പിടിച്ചത് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ആദ്യം തന്നെ എല്ലാവരും തലയെ കയറ്റി വെച്ചതിന്റെ അഹങ്കാരമാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ തലയെ കയറ്റി വെക്കാനായിട്ട് പാടില്ലായിരുന്നു. അനീഷിനോടൊക്കെ പട്ടിയെ ട്രീറ്റ് ചെയ്യുന്ന പോലെ, പട്ടി ആട്ടുന്ന പോലെയാണ് ആട്ടുന്നത്. പോയി മാറി നിൽക്കണമെന്ന് വന്നിട്ട് ഒന്ന് പ്രായത്തിന് മൂത്തതിന്റെ ഒരു ബഹുമാനമെങ്കിലും കൊടുത്തൂടെ ആ മനുഷ്യന്. എന്ത് വൃത്തിയോടൊക്കെയാണ് ഈ കാണിക്കുന്നതെന്ന് പറയുന്നത്. എന്തെങ്കിലും ബോധമുണ്ടോ? ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കഴിഞ്ഞ സീസണിലെ ഒരാളെയാണ് ഓർമ്മ വരുന്നത്. ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല, പേരൊന്നും വലിച്ചിടുന്നില്ല. ഈ ടൈപ്പ് സിമിലർ വൃത്തികേട് കാണിച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ. അന്ന് നമ്മൾ ഇതേപോലെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. വേസ്റ്റും സാധനങ്ങളൊക്കെ വലിച്ചു വാരി. അന്ന് ആ കണ്ടസ്റ്റന്റ് 100 ദിവസം തികയ്ക്കാതെ ഔട്ടായിരുന്നു കേട്ടോ. അന്ന് ആ കണ്ടസ്റ്റന്റ് 100 ദിവസം തികയ്ക്കാതെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായിരുന്നു. ആദിലയുടെ കാര്യം എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. 100 ദിവസം ആദില തികയ്ക്കത്തില്ല ബിഗ് ബോസ് ഹൗസിനകത്ത്. ഇങ്ങനെ പോയാൽ തികയ്ക്കത്തില്ല. നെഗറ്റീവായിട്ട് പ്രേക്ഷകര് ഉറപ്പായിട്ടും ഇതൊക്കെ എടുക്കും. ഇത് നെഗറ്റീവായിട്ടേ പുറത്തേക്ക് വരുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള മിനിമം ഒരു ബോധം ഈ ആദിലയ്ക്ക് ഇല്ലാതായി പോയി. അത് എനിക്ക് വിഷമമുണ്ട് ഇത് പറയാനായിട്ട്. പക്ഷെ 100 ദിവസം തികക്കില്ല. വളരെ മികച്ച രീതിയിൽ തുടക്കം മുതൽ ഗെയിം കളിച്ച് വന്നൊരു കണ്ടസ്റ്റന്റ് ആണ്. നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകരുടെ സപ്പോർട്ടും ഉണ്ടാക്കിയെടുത്തൊരു കണ്ടസ്റ്റന്റ് ആണ്. ഇപ്പൊ പോലും ഒരുപാട് പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്ന, ഇഷ്ടപ്പെടുന്ന, വാദോരാതെ വാദിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ 100 ദിവസം തികക്കത്തില്ല. ഇങ്ങനെ പോയാൽ 100 ദിവസം തികക്കത്തില്ല. ബാക്കി ഞാനിത് ലൈവിൽ കണ്ടിട്ട് പറയാം കേട്ടോ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.